നമസ്കാരം. 2024 ജൂൺ 1 അതായത് 1199 ഇടവം 18 ശനിയാഴ്ച ചൊവ്വ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ജൂലൈ 12 വരെ അതായത് ഏകദേശം 42 ദിവസങ്ങൾ ചൊവ്വ മേടം രാശിയിൽ തുടരും. ശേഷം ഇടവം രാശിയിൽ പ്രവേശിക്കുകയും ചെയ്യും. ജൂൺ 1 മുതൽ 18 വരെ ചില നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ ചൊവ്വ മൂലം വന്ന് ചേരുന്നതാകുന്നു. ചൊവ്വയുടെ ഈ രാശിമാറ്റം മൂലം വന്നു ചേരും എന്ന് തന്നെ പറയാം. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണഫലങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം ലഭിക്കുന്നതായ സമയമാകുന്നു. ആത്മശക്തി, ആത്മബലം വർദ്ധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം ആജ്ഞാശക്തി വർദ്ധിക്കുന്നതാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും ഒപ്പമുള്ളവർക്ക് അത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തർക്കങ്ങൾക്ക് കാരണമാകാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അതായത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധാപൂർവം എടുക്കുക. ആരുടെയും വാക്ക് വിശ്വസിച്ച് മാത്രം നിങ്ങൾ ഒരു കാര്യത്തിലും ഇറങ്ങുവാൻ പാടുള്ളതല്ല. എതിരാളികളെ തറ പറ്റിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ അത്ര ശുഭകരമായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല. ദോഷകരമായ ചില ഫലങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം വീഴ്ചകൾ പറ്റുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം വളരെയധികം ദേഷ്യം, വൈകാരികമായ ക്ഷോഭങ്ങൾ എന്നിവ വന്നു ചേരാം. അത് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാകുന്നു. കാരണം അതല്ല എങ്കിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ അത് ബാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചൊവ്വയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കർമ്മരംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നു എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഈ സമയം പല കാര്യങ്ങളിലും വിജയങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ വിജയങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പല പ്രതികൂലമായ സാഹചര്യങ്ങളെയും അനുകൂലമായ സാഹചര്യമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. മേലധികാരികൾ അല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ തീർച്ചയായും തൃപ്തി വന്നു ചേരുന്നതായ സമയമാകുന്നു. കരാറുകൾ അല്ലെങ്കിൽ മറ്റ് തൊഴിൽ മേഖലകൾ, ബിസിനസ് മേഖലകളുമായി ബന്ധപ്പെട്ട ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭൂമി വാങ്ങുക, വിൽക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തുവാനുള്ള അവസരങ്ങൾ പോലും വന്ന് ചേരാവുന്നതാകുന്നു. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രത്യേകിച്ചും സർക്കാരുമായി ബന്ധപ്പെട്ട അനുമതി പത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യഭാവത്തിൽ തന്നെയാണ് ചൊവ്വയുടെ സഞ്ചാരം. അതിനാൽ തന്നെ ഭാഗ്യനാഥനായ ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ ഭാഗ്യാനുഭവങ്ങൾ പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ നേട്ടങ്ങൾ, ഉയർച്ച എന്നിവ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ധനം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ, അനുകൂലമായി വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് വിജയം നേടുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങുന്നു എന്നതാണ് വാസ്തവം. സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുടെ സ്വാധീന ശക്തി ഉയരുന്നതാണ്. കൂടാതെ സഹോദരങ്ങൾ, സഹപ്രവർത്തകർ
എന്നിവരുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, ജീവിതത്തിൽ സന്തോഷിക്കുവാൻ വക നൽകുന്നതായ കാര്യങ്ങൾ വന്നു ചേരാം. കടബാധ്യതകൾ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കാം. അല്പം സമയം നീട്ടിക്കിട്ടുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ കടബാധ്യതകൾ ഒഴിവാക്കുവാനോ സാധിച്ചു എന്ന് വരാം. തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ നേർച്ചകൾക്കും സമർപ്പണങ്ങൾക്കും അവസരം വന്നു ചേരും. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിനാഥനായ ചൊവ്വ ഉപജയത്തിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുകയാൽ പല നേട്ടങ്ങൾക്കും അവസരങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുവാൻ സാധിക്കുന്നത് ആത്മവിശ്വാസം ക്രമാതീതമായി ഉയരുക എന്ന കാര്യമാകുന്നു. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് മുന്നേറ്റം, പുതിയ അവസരങ്ങൾ എന്നിവ വന്നു ചേരാം. വിദേശ യാത്രകൾക്കും യോഗമുണ്ട്. കൂടാതെ ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം എതിരാളികൾ അഥവാ ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ അഥവാ നിഷ്പ്രഭമാക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ നിങ്ങൾക്ക് ഒരു തലവേദന തന്നെയാണ്. കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാനുള്ള സാധ്യതകൾ തെളിയും. ഭൂമിയിൽ നിന്നുമുള്ള ആദായം വർദ്ധിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. കൂടാതെ ഈ സമയം സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം രോഗികളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ആശ്വാസം അല്പം വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് പറയാം. ധനപരമായ ഗുണങ്ങളും പല വഴികളിലൂടെയും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഈ സൗഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പരുഷമായ വാക്കുകളാകുന്നു. ഈ സമയം അത്തരം വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഈ സമയം കലഹങ്ങൾ വർദ്ധിക്കാം. അത് ചെറിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. അല്പമൊന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ ബന്ധങ്ങളിൽ ദൃഢത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ക്ലേശങ്ങൾ അകലുവാൻ സഹായകരമാകുന്നു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ അനുകൂലമായി തീരും. ദൂരയാത്രകൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് ജോലി, പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് ന്യായമായ ആവശ്യങ്ങളാകാം. അതിൽ ചിലത് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ വരുമാനത്തിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ കുറയുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പൊതുവെ സമയം അനുകൂലമാകുന്നു. എന്നാൽ ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആരോഗ്യപരമായി അല്പം ശ്രദ്ധ പുലർത്തണം. എന്നിരുന്നാലും മുൻപത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സമയം കൂടുതൽ ശുഭകരമായി തീരും. ഈ സമയം സ്ഥല കച്ചവടം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കച്ചവടം, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താല്പര്യം വർദ്ധിക്കുകയും ലാഭം വർദ്ധിക്കാവുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഉദ്യോഗസ്ഥർക്കും ഗുണകരമായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. കൂടാതെ ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകുവാനും സാധിക്കും. പല കാര്യങ്ങളിലും വിജയങ്ങൾ ഉറപ്പിക്കുവാനോ നേടുവാനോ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പൊതുവെ നിങ്ങൾക്ക് മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സമയം അനുകൂലമാണ് എന്ന് പറയാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ പ്രവർത്തിക്കുക. എടുത്തുചാട്ടം പാടുള്ളതല്ല. പെട്ടെന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളരുത്.
ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക.